എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നവരാണോ? നിങ്ങൾ നിശ്ചയമായും ദൈവത്തെ കണ്ടെത്തും. ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ കണ്ടെത്തും. ദൈവത്തെ കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ളത്, ദൈവം നിങ്ങൾക്കായി കരുതി വച്ചിട്ടുള്ളത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി സംഗ്രഹിച്ചു വച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. തിരുവെഴുത്തുകളെ ശോധന ചെയ്യുവിൻ, തിരുവചനങ്ങളിലൂടെ അന്വേഷിക്കുവിൻ, നിശ്ചയമായും നിങ്ങൾ കണ്ടെത്തും. എന്താണ് നാം കണ്ടെത്തുന്നത്? വെള്ളിയെപ്പോലെ, നിക്ഷേപങ്ങളെപ്പോലെ നാം തിരയുന്നുവെങ്കിൽ നാം കണ്ടെത്താൻ പോകുന്നത് ജീവനാണ്. ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ താണലോകത്തിലേക്ക് അയച്ചത് നമുക്കേവർക്കും വേണ്ടിയാണ്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് നമുക്ക് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങളത് കണ്ടെത്തും. തിരുവെഴുത്തുകളെ ശോധന ചെയ്താൽ നിങ്ങളത് കണ്ടെത്തും. എന്താണ് കണ്ടെത്തുന്നത്? നിങ്ങൾ കണ്ടെത്തുന്ന ജീവനാണ്. ജീവനാണ്. യേശു പറഞ്ഞു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്താൽ നിങ്ങൾ കണ്ടെത്തുന്നത് നിത്യ ജീവനാണ്. ഈ ഭൂമിയിൽ മനുഷ്യൻ നേരിടുന്ന 2 പ്രശ്നങ്ങൾ, അതിലൊന്ന് പാപമാണ്, 2 മരണമാണ്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും വാഴ്ച നടക്കുമ്പോൾ പാപത്തെയും മരണത്തെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് മരണത്തെ ജയിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. തന്നെ വിശ്വസിക്കുന്ന ഏവരോടും കർത്താവ് പങ്കുവയ്ക്കുന്നൊരു സന്ദേശമുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അന്വേഷിച്ചാൽ, നിങ്ങൾ ജാഗ്രതയോടെ അന്വേഷിച്ചാൽ നിങ്ങൾ ജീവൻ കണ്ടെത്തും, നിത്യജീവൻ കണ്ടെത്തും. ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ നമുക്കേവർക്കും ദൈവം സംഗ്രഹിച്ചു വച്ചിരിക്കുന്നത് ജീവനാണ്. ദൈവപുത്രനെ നിങ്ങൾ കണ്ടാൽ ആ ദൈവപുത്രൻ്റെ അകത്ത് ജീവനുണ്ട്. അത് വിശ്വസിക്കുന്ന ഏവരിലും വ്യാപരിക്കുന്ന ജീവനാണ്. അത് നിത്യജീവനാണ്. പ്രിയപ്പെട്ടവരെ, മരണം അവസാനിക്കുകയാണ്. യേശുക്രിസ്തു നമുക്ക് നൽകുന്നത് ജീവനാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ ആ ജീവൻ നിങ്ങളിൽ വ്യാപരിക്കും. മരണഭയം നിങ്ങളെ വിട്ടുമാറും. നിത്യതയുടെ ദർശനം ദൈവം നിങ്ങൾക്ക് തരും. നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയാൽ നിങ്ങളുടെ ഉള്ളം നിറയും. നിങ്ങളുടെ അകത്ത് സമൃദ്ധമായ ജീവൻ വ്യാപരിക്കും. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. ഇന്ന് പകൽ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുക, ദൈവത്തെ അന്വേഷിക്കുക. ജാഗ്രതയോടെ അന്വേഷിച്ചാൽ നിങ്ങൾ രക്ഷകനെ കാണും, ദൈവപുത്രനായ യേശുവിനെ കാണും. യേശുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ മരണം മാറി നിങ്ങൾ ജീവനിൽ പ്രവേശിക്കും. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.